ഇത് ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാന്ന് കരുതി സൂക്ഷിച്ച് വെച്ചിരുന്ന പിസ്ത ഷെൽസ് ആണ്. ഇനി നമുക്ക് ഇതുകൊണ്ട് റൈറ്റ് ഉണ്ടാക്കി നോക്കാം. കുറച്ച് അക്രിലിക് പെയിന്റ്സും ഒരു കാർഡ്ബോർഡ് ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാർഡ്ബോർഡ് ബോക്സ് നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവേ. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പപ്പയും കൂടിയിട്ടുണ്ട്. പിസ്ത ഷെൽസ് ക്ലീൻ ചെയ്യുന്നതാണ് പപ്പയുടെ ഡ്യൂട്ടി. ആ ടൈം കൊണ്ട് ഞാനിവിടെ ഓരോ ഷെൽസിനും ഒരു വേർമിലിയൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പുറത്ത് നൈസ് മഴയാണ്, അങ്ങനെ എല്ലാ ഷെൽസിനും വേർമിലിയൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബേസിന് ഒരു വേർമിലിയൻ ഷെയ്ഡും ഒരു ഗോൾഡൻ ഷെയ്ഡും മിഡിലായിട്ടും അടിച്ചു കൊടുക്കാം. ഇനി ഈ ഷെൽസിന്റെ എഡ്ജിലെല്ലാം ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാവേ. ദേ ഏകദേശം ഇതേപോലെയൊക്കെ ഇരിക്കും. അങ്ങനെ ആ ടാസ്ക് കംപ്ലീറ്റ് ആയി. പെയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ല ടയർഡായി. ഇനി നമ്മൾ പെയിന്റ് ചെയ്തെടുത്ത ഷെൽസ് എല്ലാം നമ്മുടെ ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ കാണുന്ന പാറ്റേണിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വൈറ്റ് ബീഡ്സും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്യാൻഡിൽ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? അപ്പൊ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയുന്ന പിസ്ത ഷെൽസ് ഇനി മുതൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കുക. ക്യാൻഡിൽ കത്തിച്ച് നോക്കുമ്പോൾ ഇതാട്ടോ ഇതിന്റെ ലുക്ക്. ആ ഗോൾഡൻ ഷെയ്ഡൊക്കെ നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് ഹോപ്പോടെ. ബൈ.